Hello friends, welcome back to Talking Hands Kitchen. ഇന്ന് ഞാൻ ഇവിടെ ഒരു ഒത്തന്റിക് ചിക്കൻ ടിക്ക റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതൊരു ബേസിക് ചിക്കൻ ടിക്ക റെസിപ്പിയാണ്. നമുക്ക് ഈ ചിക്കൻ ടിക്കയുടെ കോമ്പിനേഷൻ കൊണ്ട് പല വെറൈറ്റി ചിക്കൻ കറികളും നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിനായി ഞാനിവിടെ ലെമൺ ജ്യൂസ്, ലെബനെ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഗരം മസാല, ചില്ലി പൗഡർ, ക്യുമിൻ പൗഡർ, കസൂരി മേത്തി, സോൾട്ട്, മസ്റ്റാർഡ് ഓയിൽ ഇത്ര സാധനം എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിനായിട്ട് ഞാനിവിടെ 1/2 കിലോ ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ഈ ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അതിന് ഞാൻ അതിലേക്ക് 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇവിടെ 1 നാരങ്ങയുടെ നീരാണ് ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. ഒരു ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ ക്യുമിൻ പൗഡർ കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് ഇത്ര ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് ഈ ചിക്കൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ബോൺലെസ് ചിക്കൻ തൈയാണ് നമ്മുടെ ഈ ചിക്കൻ ടിക്ക ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത്. പിന്നെ കുട്ടികൾക്കൊക്കെ കൊടുക്കാനും നല്ല സോഫ്റ്റായിട്ടൊക്കെ കിട്ടാൻ വേണ്ടി നമുക്ക് ചിക്കൻ ബ്രസ്റ്റ് ഇതിനായിട്ട് ഉപയോഗിക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായിട്ട് മാരിനേറ്റ് ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് റെസ്റ്റ് ചെയ്യാനായി 2 മണിക്കൂറോളം നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ഇപ്പോൾ 2 മണിക്കൂറിന് ശേഷം ഞാൻ ചിക്കൻ എടുത്ത് ഫ്രിഡ്ജിൻ്റെ വെളിയിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് കൂടി ഇട്ട് വീണ്ടും ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. നമുക്ക് ആദ്യമായി അതിലേക്ക് 3 സ്പൂൺ ലെബനെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ലെബനെ നമുക്ക് അവൈലബിൾ അല്ലെങ്കിൽ നമുക്കതിലേക്ക് ഗ്രീക്ക് യോഗട്ട് ഇട്ട് കൊടുക്കാം. ഈ നല്ല കട്ടിയുള്ള യോഗട്ടിനാണ് ഈ ഗ്രീക്ക് യോഗട്ട് എന്ന് പറയുന്നത്. നമുക്കതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ കസൂരി മേത്തി കൂടി ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് 3 ടീസ്പൂൺ മസ്റ്റാർഡ് ഓയിൽ കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ മസാലയൊക്കെ നന്നായിട്ട് അതിൽ പിടിക്കാൻ വേണ്ടി കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഇനിയും 3 മണിക്കൂറോളം നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കേണ്ടതാണ്. ഇപ്പം നമ്മുടെ ചിക്കൻ എല്ലാം നന്നായിട്ട് മാരിനേറ്റ് ആയി വന്നിട്ടുണ്ട്. നമ്മുടെ ഈ ചിക്കൻ ടിക്ക ഉണ്ടാക്കുന്നത് വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. പക്ഷേ ഇത് വളരെ ഈസിയുമാണ്. ഞാൻ ഇതിലേക്ക് അല്പം റെഡ് ഫുഡ് കളർ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് തികച്ചും ഓപ്ഷണലാണ്. നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതിയാവും. ഇത് നമ്മുടെ ഈ ചിക്കൻ ടിക്ക എന്ന് പറയുമ്പോൾ വളരെ മൈൽഡ് സ്പൈസി ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷനാണ്. ഇതിനകത്ത് അധികം ചില്ലിയൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ടിക്ക ഏകദേശം നന്നായിട്ട് മാരിനേറ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് 3 മണിക്കൂറോളം ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമുക്കിവിടെ തന്തൂറൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ഓവനിലാണ് ഇത് ഉണ്ടാക്കുന്നത്. നമുക്കിത് പ്രീഹീറ്റ് ചെയ്യാനായി ഓൺ ചെയ്ത് വെക്കാം.
ഞാനിവിടെ ഓവൻ 170 ഡിഗ്രിയിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പം ഞാൻ ചിക്കൻ ടിക്ക എടുത്ത് വെളിയിൽ വെച്ചിട്ടുണ്ട്. ഇതിന് തണുപ്പ് മാറാനായി ഏകദേശം 15 മിനിറ്റ് മുമ്പ് നമുക്കിതെടുത്ത് വെളിയിൽ വെക്കുന്നത് നല്ലതായിരിക്കും. നമുക്ക് ഈ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഓവൻ ട്രേയിലോട്ട് റോസ്റ്റ് ചെയ്യാനായി ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ ചിക്കൻ ഓവൻ ട്രേയിൽ അറേഞ്ച് ചെയ്യുമ്പോൾ കുറച്ച് സ്പേസ് ഇട്ട് വേണം അറേഞ്ച് ചെയ്യാൻ. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ചിക്കൻ എല്ലാം നല്ല പ്രോപ്പറായിട്ട് ഒരുപോലെ കുക്കായി വരും. ഇപ്പം നമ്മുടെ ഓവൻ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി ആ ചിക്കൻ അങ്ങോട്ട് വെച്ച് കൊടുക്കാം. 170 ഡിഗ്രിയിൽ ഒരു 20-25 മിനിറ്റുള്ളിൽ നമുക്ക് ഈ ചിക്കൻ റെഡിയായി കിട്ടും. നമ്മുടെ ചിക്കൻ ടിക്ക ഇപ്പം നല്ല റെഡിയായി വന്നിട്ടുണ്ട്. ഓവൻ നല്ല ചൂടിലിരിക്കുകയാണ്. നമുക്ക് ഒരു കട്ടിയുള്ള തുണി വെച്ച് നമുക്കിത് പുറത്തേക്ക് എടുക്കാം. നമുക്ക് ഈ ചിക്കൻ ടിക്ക ഒന്ന് ഗ്ലേസ് ചെയ്യാൻ വേണ്ടി കുറച്ച് മെൽറ്റഡ് ബട്ടർ എടുത്ത് റെഡിയാക്കി വെക്കാം. നമുക്ക് ഈ ചിക്കൻ എല്ലാം കൂടി ഒന്ന് ബട്ടർ ഉപയോഗിച്ച് ബ്രഷ് ചെയ്തെടുക്കാം. ഈ മെൽറ്റഡ് ബട്ടറും കൂടെ നമ്മുടെ ചിക്കൻ ടിക്കയിലോട്ട് ആഡ് ചെയ്യുമ്പോൾ ഒരു അടിപൊളി മണമാണ് കേട്ടോ. നമുക്കിതെല്ലാം കൂടെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി അറേഞ്ച് ചെയ്തെടുക്കാം. ആവശ്യമെങ്കിൽ കുറച്ച് ചാറ്റ് മസാല കൂടി സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് ചൂടോടുകൂടി മിൻ ചട്നിയുടെ കൂടെ സെർവ് ചെയ്യാം. എല്ലാവർക്കും ഇന്നത്തെ ഈ ചിക്കൻ ടിക്ക റെസിപ്പി ഇഷ്ടമായി ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരും ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യാൻ മറക്കരുത്. അടുത്ത 2-3 എപ്പിസോഡിനുണ്ട് ഈ ചിക്കൻ ടിക്ക കൊണ്ട് തന്നെ ഉണ്ടാക്കാവുന്ന വേറെ വെറൈറ്റി ചിക്കൻ കറിയുടെ റെസിപ്പിയായിട്ട് ഞാൻ വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുകൂടാതെ ഞങ്ങൾ ഇടുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷന് വേണ്ടി ഇതിനടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത്. നമുക്കൊരു പുതിയ വീഡിയോ കാണുന്നത് വരെ ബൈ.